അവയവകടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ NIA ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കൊച്ചി NIA കോടതിയിലാണ് പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കുക. സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് NIA ഏറ്റെടുക്കുകയായിരുന്നു. തുർക്കി, ഇറാൻ എന്നിവിടങ്ങളിലേക്ക് അവയവ വിൽപ്പനയ്ക്കായി ആളുകളെ കടത്തിയ കേസിൽ മുഖ്യപ്രതി സാബിത് നാസറാണ് ആദ്യം അറസ്റ്റിലായത്. കഴിഞ്ഞ മെയിൽ സാബിത്ത് അറസ്റ്റിലായതിന് പിന്നാലെ കൂടുതൽ അറസ്റ്റുകൾ നടന്നിരുന്നു. ഹൈദരാബാദ് സ്വദേശി ബല്ലൻ രാംപ്രസാദ് ഗോണ്ട, സജിത് ശ്യാം എന്നിവരായിരുന്നു പിന്നീട് അറസ്റ്റിലായത്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അവയവ കച്ചവട റാക്കറ്റിന് വേണ്ടിയായിരുന്നു സാബിത്തും നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി മനുഷ്യക്കടത്ത് നടത്തിയത്. ഇനിയും പിടിയിലാകാനുള്ള മലയാളിയായ മധുവിനെ കൂടി ഇറാനിൽ നിന്ന് തിരികെ എത്തിക്കേണ്ടതുണ്ട്. ഇറാനിലുള്ള മലയാളി ഡോക്ടറുടെ പങ്കാളിത്തവും സ്ഥിരീകരിക്കുന്നുണ്ട്. കേസിലെ മുഖ്യ കണ്ണികളിൽ പലരും വിദേശത്ത് തുടരുന്നതും റാക്കറ്റ് പല സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നതും കണക്കാക്കിയാണ് ദേശീയ അന്വേഷണ ഏജൻസി കേസ് ഏറ്റെടുത്തത്. വിദേശത്തുള്ള മനുഷ്യക്കടത്ത് സംഘാംഗങ്ങളെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ്. വിശദമായ അന്വേഷണം തുടരുന്നതിനിടെയാണ് പ്രാഥമിക കുറ്റപത്രം കൊച്ചി NIA കോടതിയിൽ സമർപ്പിക്കുന്നത്. അവയവ കച്ചവടത്തിൽ കമ്മീഷനായി 60 ലക്ഷം രൂപ വരെ വാങ്ങി 6 ലക്ഷം മാത്രമായിരുന്നു ഇരകൾക്ക് നൽകിയത്. ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇരകളാക്കപ്പെട്ടവരിൽ കൂടുതലും. പണം വാങ്ങി വൃക്ക, കരൾദാനങ്ങൾ നടത്തുന്നത് ഇറാനിൽ നിയമാനുസൃതമാണെന്നായിരുന്നു ഇരകളെ വിശ്വസിപ്പിച്ചിരുന്നത്. ജനം, കൊച്ചി.